ഉണ്ടാക്കാൻ പോകുന്ന ബീഫ് അച്ചാറാണ്. ഞാൻ 3 കിലോ ഇറച്ചി വൃത്തിയാക്കി ചെറുതായിട്ട് നുറുക്കി ഉപ്പും മഞ്ഞളും എല്ലാം ചേർത്ത് വെച്ചേക്കുവാണ്. ചേർത്ത് വെച്ചതിന് ശേഷം ഇനി കുക്കറിലോട്ട് വെച്ച് വേവിക്കും. അതിന് ശേഷം നമുക്ക് കാണാം. ബീഫ് ഞാൻ കുക്കറിനകത്ത് വെച്ച് വെള്ളമൊന്നും ഒഴിച്ചില്ല. കാരണം അത് ബീഫിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം ഒഴിച്ചില്ല. പെട്ടെന്ന് വേവുന്ന ബീഫാണ്. ബീഫ് ഞാൻ കുക്കറിൽ വേവിച്ചതാണ്. കുക്കറിൽ വേവിച്ച് വെച്ചേക്കുവാണ്. ഇനി ഇത് വറുത്തെടുക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഇടാൻ പോകുന്നത്. മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യമായിട്ട് വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു. അതാണ് കുറച്ച് ഇട്ടത്. മസാലപ്പൊടി, കുറച്ച് ഉപ്പ്. ആദ്യം ഞാൻ ഉപ്പിട്ട് വേവിച്ചുകൊണ്ടാണ് കുറച്ച് ഉപ്പിട്ട് കേട്ടോ. നല്ലോണം മിക്സായിട്ടുണ്ട്. മസാല എല്ലാം കൂടെ ചേർത്തതാണ്. ഇത് ഒരു 10-20 മിനിറ്റ് മസാല പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് വറുത്ത് കൊടുക്കാം. ചീനിച്ചട്ടി വെച്ച് ചീനിച്ചട്ടി ചൂടായി. കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക വറുത്ത് കോരാൻ വേണ്ടി. നല്ലെണ്ണയിലാണ് ബീഫ് വറുത്ത് കോരുന്നത് കേട്ടോ. ഗേയ്സ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബീഫ് വറുക്കാനിടുവാണ് കേട്ടോ. ബീഫെല്ലാം ഇട്ട് അതുകൊണ്ട് കരിവേപ്പിലയും കൂടെ ഇട്ട് വറുത്ത് കോരുക. അങ്ങനെ നമ്മുടെ ബീഫ് വറുത്ത് കോരി വെച്ചിരിക്കുകയാണ്. ബീഫ് വറുത്ത് കോരിയ എണ്ണയിലാണ് വെളുത്തുള്ളി ഇട്ട് വറുക്കുന്നത്. വെളുത്തുള്ളി ഞാൻ ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേന് ഇഞ്ചി ഇട്ട് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി വാടി വന്നു കേട്ടോ. ഞാൻ ഇനി ഇഞ്ചി ഇടുകയാണ്. ഇഞ്ചി വട്ടത്തിൽ അരിഞ്ഞതാണ്. വട്ടത്തിൽ അരിയുന്നതാണ് എനിക്കിഷ്ടം. അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് വന്ന് അത് കോരിയെടുക്കുക ഒരു പാത്രത്തിൽ. വെളുത്തുള്ളിയും ഇഞ്ചിയും വറുത്ത് കോരി വെച്ചേക്കാണ്. മുളക് പൊടിയാണ് 2 സ്പൂൺ മുളക് പൊടി. ആ എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുത്താൽ മതി. മസാല കൂട്ടാണ് കേട്ടോ. മസാലക്കൂട്ട് ഉള്ളി ഇഞ്ചി മൂപ്പിച്ച് വെച്ചത് ഇടുക. എന്നിട്ട് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ. കുറച്ച് മഞ്ഞൾപ്പൊടി, കൂട്ടെല്ലാം റെഡിയായി. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മസാല എല്ലാം. ഇനി വിനാഗിരി ഒഴിക്കുക. വിനാഗിരി ഇത് പറ്റി വന്നിട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. കൂട്ട് കുറുവി തുടങ്ങി. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് ബീഫ് അങ്ങോട്ട് ഇട്ട് ഒലത്തി ഇങ്ങോട്ട് എടുക്കാം. ബീഫ് ഞാൻ ഈ മസാല കൂട്ടിനകത്ത് ഇട്ട് കേട്ടോ. എന്നിട്ട് നല്ല രീതി വിനാഗിരി ഒഴിച്ച് വിനാഗിരിയുടെ വെള്ളമെല്ലാം ഇച്ചിരി പറ്റിയതിന് ശേഷമാണ് ഞാൻ ഇട്ടത്. എന്നുവെച്ചാൽ
കൂടുതൽ വെള്ളം വേണ്ടാത്തതുകൊണ്ട്. അച്ചാറല്ലേ. ഇത് കണ്ടോ അച്ചാറ്. കിടുക്കാച്ചി ബീഫ് അച്ചാർ റെഡി. ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാം. എന്നിട്ട് നമുക്ക് നോക്കാം ഒരു കൈ. അങ്ങനെ ബീഫ് അച്ചാർ റെഡിയായി. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.